കാളി കാളി മഹാകാളി കാലകാലി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഓലകണ്ട് വലിയ നെടുമ്പുര കെട്ടി അലങ്കരിച്ച് ദേവിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും കാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ചാണിത്. കാളി കാളി മഹാകാളി കാലകാലി ഭയങ്കരി. കാളി കാളി മഹാകാളി കാലകാലി ഭയങ്കരി. കാളി കാളി മഹാകാളി കാലകാലി ഭയങ്കരി. കാളി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. വൈക്കം ദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ട്. കഴിഞ്ഞ വടക്കുപുറത്ത് പാട്ട് നടന്നത് 2013 12 വർഷത്തിന് ശേഷം 2025 മാർച്ച് 17 മുതൽ ഏപ്രിൽ 13 വരെയാണ് ഇത്തവണത്തെ വടക്കുപുറത്ത് പാട്ട് നടക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഓലകണ്ട് വലിയ നെടുമ്പുര കെട്ടി അലങ്കരിച്ച് ദേവിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും കാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ചാണിത്. ദേവിയുടെ രൂപം വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് കളമെഴുതുന്നതിൻ്റെ പ്രധാന ചുമതല പുതുശ്ശേരി കുറുപ്പന്മാർക്കാണ്. ആദ്യ ദിനങ്ങളിൽ 8 കൈകളുള്ള ദേവീരൂപവും പിന്നീട് 16 കൈകളുള്ള ദേവീരൂപവും അതിനുശേഷം 32 കൈയുള്ള ദേവീരൂപവും 12-ാം ദിവസം 64 കൈകളോടുകൂടി ആയുധങ്ങളേന്തിയ ദേവിയുടെ വിശ്വരൂപവുമാണ് വരയ്ക്കുന്നത്. അവസാന ദിവസത്തെ വലിയ കളത്തിന് ഉദ്ദേശം 1200 അടിയോളം വിസ്താരവും ഉണ്ടാവും. കേരളത്തിലെ ഏറ്റവും വലിയ കളങ്ങളിൽ ഒന്നു തന്നെയാണിത്. വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകളും കോടിയർച്ചനയും കലാപരിപാടികളുമൊക്കെ പതിവുണ്ട്. വളരെയേറെ പ്രാധാന്യമുള്ള വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകളും വിശേഷങ്ങളുമൊക്കെ നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ഭയങ്കരി. കാളി കാളി മഹാകാളി കാലകാലി ഭയങ്കരി. ഘോരവേദാളവാഹിനി ഭീകരാംഗി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പാട്ട് തുടങ്ങിയതിന് പുറകിലും ഒരു കാരണമുണ്ട്. ഒരിക്കൽ വൈക്കം ദേശത്ത് വസൂരി രോഗം പടർന്നു പിടിച്ച് ജനങ്ങളാകെ വലഞ്ഞു. നാൾക്കുനാൾ രോഗവും അതുപോലുമുള്ള മരണങ്ങളുമൊക്കെ വർദ്ധിക്കുന്നത് കണ്ട് ദുഃഖിതനായ വടക്കങ്കൂർ രാജാവ് ദൈവജ്ഞനെ വരുത്തി പ്രതിവിധി തേടുകയും പ്രശ്നവിധി പ്രകാരം ഭദ്രകാളി പ്രീതി മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് മനസ്സിലായ രാജാവും പരിവാരങ്ങളും കൊടുങ്ങല്ലൂർ പോയി ഭഗവതിയെ 41 ദിവസം ഭജിച്ച് തൻ്റെ ദേശത്തെയും ജനങ്ങളെയും പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 41-ാം ദിനം രാത്രിയിൽ രാജാവിന് ദേവിയുടെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. എന്നെ ഉദ്ദേശിച്ച് ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ വൈക്കത്ത് വെച്ച് 12 ദിവസത്തെ കളമെഴുതിപ്പാട്ടും അവസാന ദിവസം വലിയ ഗുരുതിയും നടത്തിയാൽ ആപത്തു നീങ്ങും. പോകുമ്പോൾ തലക്കലിരിക്കുന്ന ഉടവാൾ കൂടി വൈക്കത്തേക്ക് കൊണ്ടുപോയി കളമെഴുത്തുപാട്ടും നടക്കുന്ന സമയത്ത് പ്രത്യേക പീഠത്തിൽ വെച്ച് എന്നെ ഉദ്ദേശിച്ച് പൂജിക്കുകയും വേണം. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന രാജാവ് തൻ്റെ തലയ്ക്കിൽ ഒരു വാളിരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഭജന മുഴുമിപ്പിക്കുന്നതിനായി രാജാവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വെളിച്ചപ്പാട് കലിതൊല്ലു വരികയും ഇന്നലെ സ്വപ്നത്തിൽ വന്നത് ഞാൻ തന്നെയാണെന്നും ഞാൻ പറഞ്ഞത് പ്രകാരം ചെയ്താൽ ആപത്തു നീങ്ങി എല്ലാം മംഗളമാകും എന്നും കൽപ്പിച്ചു. സന്തോഷത്തോടെ ദേവിയെ തൊഴുത് അനുഗ്രഹവും വാങ്ങി രാജാവും പരിവാരങ്ങളും വൈക്കത്തേക്ക് തിരിച്ചെത്തി. ദേവിയുടെ അരുളപ്പാടനുസരിച്ച് 12 ദിവസത്തെ അതിഗംഭീരമായ കളമെഴുത്തുപാട്ടും നടത്തി. അതോടുകൂടി വസൂരിബാധ ദേശത്തു നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്തു.
അന്ന് വടക്കുംകൂർ രാജാവ് തുടങ്ങി വെച്ച വടക്കുപുറത്ത് പാട്ട് ഇന്നും ക്ഷേത്രത്തിൽ തുടർന്നു വരുന്നു. അന്ന് ദേവി രാജാവിന് കൊടുത്തതായി പറയുന്ന ആ ഉടവാൾ വൈക്കത്തെ ഭണ്ഡാരറയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് മീനമാസത്തിലെ കാർത്തികയ്ക്കാണ് തുടങ്ങുന്നത്. അതായത് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പിറ്റേന്ന് മുതൽ. വടക്കുപുറത്ത് പാട്ട് തുടങ്ങുന്നതിന് 41 ദിവസം മുൻപ് കാൽനാട്ടുകർമ്മം നടക്കുന്നു. ഉത്തമമായ ഒരു പ്ലാവാണ് ഇതിനുപയോഗിക്കുന്നത്. ഒരു മനുഷ്യജീവന് തുല്യമാകുന്ന വൃക്ഷം തന്നെയാണത്രേ പ്ലാവ്. ഉത്തമ വൃക്ഷങ്ങളിൽ പെട്ടതുമാണത്. അതും ഉത്തമമായ സ്ഥലത്ത് നിൽക്കുന്ന കേടുപാടുകളൊന്നുമില്ലാത്ത ഒറ്റത്തടിയായുള്ള വരിക്കപ്ലാവ് തന്നെ വേണം. കാർത്തിക 41 ദിവസം വരത്തക്കവണ്ണം മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ചാണ് കാൽനാട്ടുകർമ്മം നടക്കുന്നത്. അന്ന് രാവിലത്തെ പന്തിരടി പൂജയ്ക്ക് ശേഷം തന്ത്രി പൂജിച്ച വാളും പട്ടും നൽകി വെളിച്ചപ്പാടിനെ നിയോഗിക്കുന്നു. ചേക്കോട്ട് കുടുംബത്തിലെ പുരുഷന്മാരാണ് വെളിച്ചപ്പാടാവാൻ പാരമ്പര്യമായി അവകാശമുള്ളവർ. വെളിച്ചപ്പാട് വാളുമായി അതിനായി കണ്ടെത്തിയ പ്ലാവിനെടുത്തെത്തി വലം വെച്ച് ആചാരപരമായി 3 തവണ വൃക്ഷത്തിൽ കുത്തി നിലം തൊടാതെ മുറിച്ചെടുത്ത് ആഘോഷമായി ക്ഷേത്രത്തിലെത്തിച്ച് പാട്ട് നടക്കുന്ന മണ്ഡപത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥാപിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ മുറ്റത്താണിത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് തന്ത്രിയോ മേൽശാന്തിയോ എത്തിയാണ് താന്ത്രിക സംവിധാന പ്രകാരം കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യത്തെ ആ വൃക്ഷത്തിലേക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തുകയും പൂജിക്കുകയും ഭഗവതിയെ സങ്കല്പിച്ച് ആ വാൾ വെളിച്ചപ്പാട് വൃക്ഷച്ചുവട്ടിൽ സ്ഥാപിക്കുകയും ചെയ്യും. പിന്നീടുള്ള 41 ദിവസങ്ങളിൽ അവിടെ നിവേദ്യവും പതിവുണ്ടാവും. കാൽനാട്ടകർമ്മത്തിന് മുൻപായി ഉദയനാപുരം ക്ഷേത്രത്തിൽ ദേശക്കാരുടെ നേതൃത്വത്തിൽ ബലിക്കൽപുരയിൽ കെടാവിളക്കും തെളിയിക്കും. വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ഇത് കെടാവിളക്കായി തന്നെ അവിടെ ഉണ്ടാവും. കൂടാതെ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തും. കാൽനാട്ടുകർമ്മം കഴിഞ്ഞ് 38-ാം ദിവസം ആദ്യത്തെ ദേശതാലപ്പൊലി നടത്തുന്നു. 40-ാം ദിവസമാണ് രണ്ടാമത്തെ ദേശതാലപ്പൊലി. ദേശതാലപ്പൊലികൾ ആരംഭിക്കുന്നത് ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഉദയനാപുരം ക്ഷേത്രത്തിലെ ഉച്ചശീവേലി കഴിഞ്ഞ് നടയടച്ച് താലപ്പൊലി തുടങ്ങാൻ മുഹൂർത്തമായാൽ വീണ്ടും നട തുറന്ന് തന്ത്രി ശ്രീകോവിലിൽ നിന്നും പകർന്നു നൽകുന്ന ദീപത്തോടു കൂടിയാണ് താലപ്പൊലി തുടങ്ങുന്നത്. ആദ്യത്തെ ദേശതാലപ്പൊലി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്കും രണ്ടാമത്തെ ദേശതാലപ്പൊലി മൂത്തയടത്തുകാവ് ദേവീക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത്. വൈക്കത്ത് വടക്കുപുറത്ത് പാട്ട് തുടങ്ങുന്ന വിവരം സമീപ പ്രദേശങ്ങളിലെ ദേവിമാരെ അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചാരത്തിൻ്റെ സങ്കല്പം. മൂത്തയടത്തുകാവിലേക്ക് ദേശതാലപ്പൊലി പോകുമ്പോൾ ഉദയനാപുരത്തു നിന്നും പുറപ്പെട്ട് വൈക്കം ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണം വെച്ച് താലം തെക്കുവശത്തുള്ള പനച്ചിക്കൽ നടയിൽ സമർപ്പിക്കുന്നു. തുടർന്ന് താലങ്ങളിൽ വീണ്ടും അരിയും പൂവും നിറച്ചാണ് മൂത്തയടത്തുകാവിലേക്ക് പോകുന്നത്. പാട്ട് തുടങ്ങുന്നതിന് തലേ ദിവസം ഓരോരോ കരക്കാരുടെ വകയായി ക്ഷേത്രഗോപുരത്തിന് വെളിയിൽ 4 നടകളിലുമായി ആർഭാടപൂർവം കവുങ്ങിൻ കൊടിമരം നാട്ടി ദിക്കൊടികൾ സ്ഥാപിക്കുന്ന പതിവുമുണ്ട്. വടക്കുപുറത്ത് പാട്ട് നടക്കുന്ന ദിവസങ്ങളിലുള്ള താലപ്പൊലികളിൽ ആദ്യത്തേതും അവസാനത്തേതും നാഗമ്പൂഴിമനയിൽ നിന്ന് തുടങ്ങുന്ന താലപ്പൊലിയാണ്. വടക്കുപുറത്ത് പാട്ടിനായി ഓലകൊണ്ട് കെട്ടിയ നെടുമ്പുരയിൽ പാട്ട് തുടങ്ങുന്ന ദിവസം മുതൽ പത്മമിട്ട് ഭഗവതി ആവാഹിച്ച് പൂജിച്ച് ത്രികാല പൂജയും പതിവുണ്ട്. കീഴ്ശാന്തിമാരാണ് ഇത് പതിവ്. ദേവിയുടെ രൂപം വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് കളത്തിലെഴുതുന്നതിൻ്റെ പ്രധാന ചുമതല പുതുശ്ശേരി കുറുപ്പിനാണ്. ആദ്യ ദിനങ്ങളിൽ 8 കൈകളുള്ള ദേവീരൂപവും പിന്നീട് 16 കൈകളുള്ള ദേവീരൂപവും അതിനുശേഷം 32 കൈയുള്ള ദേവീരൂപവും 12-ാം ദിവസം 64 കൈകളോടുകൂടി ആയുധങ്ങളേന്തിയ ദേവിയുടെ വിശ്വരൂപവുമാണ് വരയ്ക്കുന്നത്. അവസാനത്തെ വലിയ കളത്തിന് ഏതാണ്ട് 1200 അടിയോളം വലിപ്പവുമുണ്ടാവും. കേരളത്തിലെ ഏറ്റവും വലിയ കളങ്ങളിലൊന്നുമാണിത്. മണിക്കൂറുകളോളം നീളുന്ന ഒരു പ്രക്രിയയാണ് കളമെഴുതുക എന്നുള്ളത്. ആചാര്യന്മാരായ പുതുശ്ശേരി കുടുംബക്കാർക്കാണ് ഇതിൻ്റെ മേൽനോട്ടം. വടക്കുപുറത്ത് പാട്ടിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പരിപൂർണ ബോധ്യവും കളംപൂജ, കളമെഴുത്ത്, കളംപാട്ട് എന്നിവയിൽ വൈദഗ്ധ്യവുമുള്ള ആളായിരിക്കണം ആചാര്യൻ. കളംപൂജയുടെ പൂജാധികാര്യങ്ങൾ നമ്പൂതിരി സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തവുമാണ്. 2013 വടക്കുപുറത്ത് പാട്ടിൻ്റെ ആചാര്യസ്ഥാനം വഹിച്ചത്
പുതുശ്ശേരി കുടുംബത്തിലെ ഇണങ്ങന്മാരായ തേരോഴി രാമക്കുറുപ്പാശാനായിരുന്നു. പഞ്ചവർണ്ണങ്ങൾ എന്ന് പറയുന്ന 5 തരം പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുക. വെള്ള നിറത്തിനും മഞ്ഞ നിറത്തിനും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, പച്ച നിറത്തിന് നെന്മേനി വാകയുടെ ഇല ഉണക്കിപ്പൊടിച്ചത്, ചുവപ്പിനായി മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത മിശ്രിതം എന്നിവയാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ. വിരലുകൾ മാത്രം ഉപകരണമാക്കി ഈ 5 തരം നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിലത്ത് വരയ്ക്കുന്നു എന്നതാണ് കളമെഴുത്തിനെ മറ്റു ചിത്രകലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ട ശ്രമകരമായ ഒരു ജോലിയാണിത്. ആദ്യ ദിനങ്ങളിൽ 10ഓളം പേരാണെങ്കിൽ അവസാന ദിനങ്ങളിൽ 20ഓളം ആളുകളും ചേർന്നാണ് കളം വരയ്ക്കൽ പൂർത്തിയാക്കുന്നത്. കളമെഴുത്ത് പോലെ തന്നെ വച്ചുരുക്കിനും മറ്റിടങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. അവസാന ദിവസങ്ങളിൽ 64 വിളക്ക്, 64 നാളികേരം, 12 പറ നെല്ല്, ബാക്കി അരി, മഞ്ഞൾ തുടങ്ങിയവയും ഉപയോഗിക്കുന്നു. ഉച്ചപ്പാട്ടോടെയാണ് ആദ്യത്തെ ദിനം ആരംഭം. കളം വരച്ച് പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ ഭക്തർക്ക് ദർശനത്തിനായി അവസരം നൽകും. ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷം കളമെഴുതിയ മണ്ഡപത്തിൽ നിന്നും എതിരേൽക്കാനായി കൊടുങ്ങല്ലൂരമ്മയെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ചട്ടത്തിൽ കണ്ണാടി ബിംബം കെട്ടി ദേവിയെ എഴുന്നള്ളിക്കുന്നത് കീഴ്ശാന്തിമാരാണ്. വാളേന്തിയ വെളിച്ചപ്പാട് അകമ്പടി നൽകും. വീക്കൻ, ഇലത്താളം എന്നിവയുടെ താളത്തിൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കേ നടയിലുള്ള കൊച്ചാലഞ്ചൂട്ടിലേക്ക് പോകുന്നു. അവിടെ ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് വെള്ളരി നിവേദിക്കുന്നു. ഉണക്കലരി, നാളികേരം, കൈത്തിരി എന്നിവയാണത്. പൂജകൾക്ക് ശേഷം ഭഗവതി എതിരേൽക്കും. കുരവിയും ആർപ്പുവിളികളുടെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കുന്നു. കളമെഴുതിപ്പാട്ട് നടക്കുന്ന സമയം വൈക്കത്തപ്പൻ്റെ അത്താഴ ശ്രീബലി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടാണ് നടത്താറുള്ളത്. ശീവേലിയുടെ ആദ്യത്തെ പ്രദക്ഷിണം വടക്ക് ഭാഗത്തെത്തുമ്പോൾ കൊച്ചാലഞ്ചൂട്ടിൽ നിന്നും എഴുന്നള്ളി വരുന്ന ദേവിയും മതിൽക്കകത്ത് പ്രവേശിക്കും. പിന്നീടുള്ള പ്രദക്ഷിണങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പൂർത്തിയാക്കുന്നത്. 3ാമത്തെ പ്രദക്ഷിണത്തിൻ്റെ അവസാനം വടക്ക് ഭാഗത്തെത്തുമ്പോൾ ദേവി നെടുമ്പുരയിലേക്കും വൈക്കത്തപ്പൻ കിഴക്കേ നടവഴി ശ്രീകോവിലേക്കും തിരിച്ചെഴുന്നള്ളുന്നു. അത്താഴ ശ്രീബലിയുടെ 3ാം പ്രദക്ഷിണം വടക്കുപുറത്തെത്തുമ്പോൾ ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് കളമെഴുതിയ മണ്ഡപത്തിലെ പീഠത്തിലേക്കിരുത്തും. ആചാര്യൻ്റെ നേതൃത്വത്തിൽ കളം പൂജയ്ക്ക് ശേഷം പ്രസന്ന പൂജയും കുട്ടിപ്പാടി സേവയും ആരംഭിക്കും. അടുത്തതായി തിരിയൊഴിച്ചിൽ എന്ന ചടങ്ങാണ്. ആചാര്യൻ താമ്പാളത്തിൽ അക്ഷതവും പൂക്കുലയും, പൂവ്, നെയ്യിൽ നനച്ച 9 തിരി എന്നിവയെടുത്ത് ഗുരുഗണപതിമാരെയും കളത്തിനും പീഠത്തിലിരിക്കുന്ന ഭഗവതിയെയും, വഴിപാട് നടത്തുന്നവർ, ഭക്തജനങ്ങൾ, ക്ഷേത്ര ഉടമകൾ, നടത്തിപ്പുകാർ എന്നിവരെയും ഒഴിഞ്ഞ് സമർപ്പിക്കണം. അടുത്തതായി കളംപാട്ടാണ്. ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം എത്തിയ കുറുപ്പന്മാരാണ് പാട്ട് പാടുന്നത്. ശംഖ് വിളിച്ച് വീക്കൻ, ചേങ്ങില എന്നിവയുടെ അകമ്പടിയോടെയാണ് പാട്ട് ആരംഭിക്കുന്നത്. പഴയകാലത്ത് നന്ദുണിയും ഇതിനായി ഉപയോഗിച്ചിരുന്നു. വ്യത്യസ്തങ്ങളായ വർണ്ണനകളടങ്ങുന്ന ദേവീസ്തുതികളാണ് പ്രധാനമായും പാടുന്നത്. മഹാദേവനെ സ്തുതിച്ചുകൊണ്ടാണിത് പൂർത്തിയാക്കുന്നത്. തുടർന്ന് ആചാര്യൻ പൂക്കുല കൊണ്ട് കളം മായ്ക്കും. പ്രസാദ വിതരണത്തോടെ അന്നത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി പിറ്റേ ദിവസത്തേക്കുള്ള കളം വരയ്ക്കൽ ആരംഭിക്കും. 12ാം ദിവസം കളം മായ്ക്കൽ കഴിഞ്ഞാണ് വലിയ ഗുരുതി നടക്കുന്നത്. വടശ്ശേരി നമ്പൂതിരിമാർക്കാണ് വലിയ ഗുരുതി നടത്താനുള്ള അവകാശം. വലിയ ഗുരുതി കഴിഞ്ഞ് പ്ലാവിൻതടിയിലെ ചൈതന്യം ഉദ്വസിച്ചതിന് ശേഷം പ്ലാവിൻതടി മാറ്റുകയും ഭഗവതിയുടെ വാളും ചിലമ്പും തിരികെ ഭണ്ഡാര അറയിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നതോടെ വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യുന്നു. പണ്ടുകാലത്ത് വടക്കുപുറത്ത് പാട്ട് പോലെ തന്നെ ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ തെക്കുപുറത്ത് പാട്ടും വൈക്കത്ത് നടത്തിയിരുന്നു. ഇടക്കാലത്ത് ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയതിനാലായിരിക്കണം അത് നിന്നുപോയി. തെക്കുപുറത്ത് പാട്ട് തുടങ്ങിയതിന് പിന്നിലും ഒരു കാരണമുണ്ട്. പണ്ട് വൈക്കം ക്ഷേത്രം ഊരാൺമ ഭരണത്തിന് കീഴിലായിരുന്നു. ദേശാധിപത്യമുള്ള വടക്കുംകൂർ രാജാവും ക്ഷേത്രകാര്യങ്ങളിൽ ചില അധികാരങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ചില ഊരാൺമ കുടുംബക്കാരും രാജാവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഊരാൺമക്കാർ 2ആയി തിരിഞ്ഞ് ഒരു ഭാഗം രാജാവിൻ്റെ കൂടെ ചേരുകയും താമസിയാതെ ഇരു വിഭാഗങ്ങളും തമ്മിൽ തർക്കങ്ങളും വഴക്കുമൊക്കെ വർദ്ധിച്ചു വരികയും ചെയ്തു. വൈക്കത്തെ ഉത്സവകാലത്ത് ഉദയനാവൃത്തപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് പോലെ തന്നെ ഉദയനാവരത്തെ ഉത്സവത്തിന് വൈക്കത്തപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു പതിവുമുണ്ടായിരുന്നു.
ഒരിക്കൽ ഉത്സവകാലത്ത് ഉദയനാപുരത്തേക്ക് വൈക്കത്തപ്പനെ എഴുന്നള്ളിക്കാൻ തുടങ്ങവേ ഒരു വിഭാഗക്കാർ അതിനെ എതിർത്തു. അത് കണക്കാക്കാതെ എതിർ വിഭാഗക്കാർ വൈക്കത്തപ്പനെ എഴുന്നള്ളിക്കുകയും എഴുന്നള്ളത്ത് വടക്കേ ഗോപുരം ഇറങ്ങിയ ഉടനെ എതിർത്ത വിഭാഗക്കാർ വന്ന് ആനയുടെ തുമ്പിക്കൈ വെട്ടുകയും എഴുന്നള്ളി അലങ്കോലമാക്കുകയും ചെയ്തു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വഴക്കും നടന്നു. അതിൽ പരാജയപ്പെട്ട ആളുകൾ കൊടുങ്ങല്ലൂർ പോയി ഭജനമിരിക്കുകയും വടക്കുപുറത്ത് പാട്ട് പോലെ തന്നെ തെക്കുപുറത്ത് പാട്ട് തുടങ്ങിയാൽ ഫലമുണ്ടാകുമെന്ന് ദേവിയിൽ നിന്നും കൽപ്പന കിട്ടിയ അവർ മടങ്ങി വന്ന് പനച്ചിക്കൽ ഭഗവതിയുടെ കിഴക്ക് ഭാഗത്തായി നെടുമ്പര കെട്ടി കളമെഴുത്തും പാട്ടും നടത്തി. ആ ഇടയ്ക്കാണ് തിരുവിതാംകൂർ രാജാവ് വടക്കൂർ രാജ്യം പിടിച്ചടക്കുന്നത്. അതോടെ വൈക്കം ക്ഷേത്രവും തിരുവിതാംകൂർ വകയായി മാറി. അധികാരം നഷ്ടപ്പെട്ടതോടെ ഊരാൺമക്കാരും രാജാവും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണങ്ങളൊന്നുമില്ലാതായി. അതോടെ ശത്രുസംഹാരത്തിനായി തുടങ്ങിയ തെക്കുപുറത്ത് പാട്ട് നിശേഷം നിന്നു പോവുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ മുടങ്ങാതെ നടന്നു വന്നിരുന്ന വടക്കുപുറത്ത് പാട്ട് 1925 ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് റോഡ് നിർമ്മിച്ച് കിഴക്കേ നടയുമായി ബന്ധിച്ചപ്പോൾ ക്ഷേത്രമതിൽക്കെട്ടിന് വെളിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന തെക്കുംകോവിൽ ദേവീക്ഷേത്രം ക്ഷേത്രമറ്റത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു. അതോടെ ക്ഷേത്രമറ്റത്ത് സ്ഥിരമായി ദേവീ സാന്നിധ്യം ഉണ്ടായി എന്ന സങ്കല്പത്തിൽ വടക്കുപുറത്ത് പാട്ട് നിർത്തുകയും ചെയ്തു. 1964 അഷ്ടമി ഉത്സവത്തിൻ്റെ ആറാട്ട് ദിവസം ക്ഷേത്രത്തിലെ കിണറ്റുപുരം ആലയ്ക്ക് തീപിടിക്കുകയും വൈക്കത്തും പരിസരങ്ങളിലും ചില പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തു. തുടർന്ന് ദേവഹിതം നോക്കുകയും വടക്കുപുറത്ത് പാട്ട് പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രശ്നവിധി പ്രകാരം തെക്കുംകോവിൽ ഭഗവതിയെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. ക്ഷേത്രം ഭാരവാഹികളും ഭക്തജന പ്രതിനിധികളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 41 ദിവസം പോയി ഭജനമിരുന്നു. തുടർന്ന് 1965 വടക്കുപുറത്ത് പാട്ട് പുനരാരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇതുവരെ അത് മുടങ്ങിയിട്ടുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെ ഭക്തജന കൂട്ടായ്മ വടക്കുപുറത്ത് പാട്ട് നടത്തുവാൻ തുടങ്ങിയതോടെ ഇതിനോടൊപ്പം തിരുവൈക്കത്തപ്പന് കോടിയർച്ചനയും സഹസ്രകലശാഭിഷേകവും ഉദയനാപുരത്തപ്പന് ലക്ഷാർച്ചനയും ഇതിനോടൊപ്പം നടത്തുവാൻ തുടങ്ങി. ഒപ്പം കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രധാന കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ അക്ഷീണ പരിശ്രമവും ദ്രവ്യസമാഹരണവും ആവശ്യമുള്ള വളരെയേറെ പ്രാധാന്യമുള്ള 41 ദിവസത്തെ ഈ ചടങ്ങുകളിൽ എല്ലാ സുഹൃത്തുക്കളുടെയും സാന്നിധ്യവും സഹകരണവും തീർച്ചയായും ഉണ്ടായിരിക്കണം. ഈ ചടങ്ങുകൾ നടക്കുന്ന വേളയിൽ നടത്താവുന്ന വഴിപാടുകളുടെയും അർച്ചനകളുടെയും വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മെയിൽ ഐഡിയും വെബ്സൈറ്റും ഫോൺ നമ്പറുമൊക്കെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വടക്കുപുറത്ത് പാട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം സമാഹരിച്ച് നമുക്കായി നൽകിയ വൈക്കം അംബിക സ്റ്റുഡിയോയിലെ സുഹൃത്തുക്കൾക്കും നമുക്കായി ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ഭദ്രകാളശ്രുതി പാടിത്തന്ന പ്രിയ സുഹൃത്ത് കൊട്ടാരം സംഗീത്മാരാർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നതല്ല. വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകൾ തുടങ്ങിയതിന് ശേഷം കൂടുതൽ ദൃശ്യങ്ങളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.